ഹലോ ഹായ്, തിരൂർ ഫ്രെയിംസ് നിന്ന് മസൂദാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോൻ്റെ ഒരു റെസ്പോൺസ് അത്യാവശ്യം നല്ല റെസ്പോൺസാണ് എല്ലാവരും തന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരൂർ ഭാഗങ്ങളിൽ കൂടിയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഫുൾ ലെങ്ത് ആയിട്ട് ചെയ്യുന്ന ഒരു സീരീസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ആദ്യ വീഡിയോക്ക് നല്ല റെസ്പോൺസാണ് നിങ്ങൾ തന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂ വീഡിയോ ആണിത്. അപ്പോൾ ഇത് ഇന്നലെ തന്നെ എടുത്ത വീഡിയോ ആയത് കാരണമാണ് ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയത്. നമ്മൾ അങ്ങനെ ഒരു കണ്ടിന്യൂ ലൊക്കേഷൻ ആവില്ല നമ്മൾ പോണത്. നമ്മളെ ആവശ്യത്തിന് എന്തിനെങ്കിലും പോകുമ്പോൾ തിരൂരുള്ള എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്താണ്ട്. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് തിരുനാവായെന്ന് കണ്ടിന്യൂ പുത്തൻതാണി റോട്ടിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ഇന്ന് നമ്മളെ ലൊക്കേഷൻ വരുന്നത് തിരുനാവായ മുതൽ പട്ടർക്കാവ് വരെയാണ് നമ്മളിന്ന് ചെയ്യണത്. മറ്റേ ഓവറായിട്ട് പുത്തൻതാണി വരെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഒന്നിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുന്ന നിങ്ങൾക്കും അതൊരു മടുപ്പാവും. അപ്പോൾ അത്രയും ലെങ്ത്ത് കൂടും വീഡിയോൻ്റെ. അപ്പോൾ പരമാവധി ഒരു മീഡിയം ലെങ്ത്തിൽ വീഡിയോ ഒതുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നലെ തന്ന സപ്പോർട്ട് തുടർന്നു എല്ലാവരും തരുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ തിരുനാവായ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പുത്തൻതാണി റോട്ട് കയറിയിരിക്കുകയാണ്. ഈ തിരുനാവായനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുനാവായ ഇപ്പോൾ തിരൂർ കുറ്റിപ്പുറം റോട്ടിൽ പുതിയങ്ങാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം വലിയൊരു ടൗൺ വരുന്നത് ഈ തിരുനാവായ ടൗണാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാരത്തൂർ വരുന്നുണ്ട്. എന്നാലും അതിനെക്കാട്ടിയൊക്കെ വലിയൊരു ടൗണ് തിരുനാവായ തന്നെയാണ്. തിരുനാവായ കൂടിയാണ് മറ്റേ കുറ്റിപ്പുറം വളാഞ്ചേരി ബ്ലോക്ക് ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഒരുപാട് വാഹനങ്ങൾ പുത്തൻതാണിക്ക് കയറുന്നത് ഈ തിരുനാവായ റൂട്ട് കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം തിരുനാവായയിൽ എപ്പോഴും ആളുള്ള ഏരിയ ആയ കാരണം ടൗണും അത്യാവശ്യം വലുതാണ്. തിരുനാവായൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ വരുന്നത് വർക്ക്ഷോപ്പുകളാണ്. വലിയ വണ്ടീൻ്റെ ലോറി അങ്ങനെ വലിയ വണ്ടികളൊക്കെയാണ് ഇവിടെ സർവീസും മറ്റുള്ള പണികളൊക്കെ എടുക്കാൻ ഈ ഭാഗങ്ങളിൽ വരലുണ്ട്. പിന്നെ ഈ കാണുന്നതിൻ്റെ ഇടത് സൈഡിലേക്കുള്ള ഒരു റോഡുണ്ട് പല്ലാറ് ഭാഗത്തേക്കൊക്കെ പോണേ. പല്ലാറ് താമര കായലും അങ്ങനെയുള്ള ഭാഗത്തേക്കൊക്കെ ഈ റോഡിലേക്കാണ് പോവുക. പിന്നെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പാലത്തിൻ്റെ അടുത്തെത്താനായി. ഈ റോഡ് നേരെ പോണത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് തിരുനാവായ. പിന്നെ ഇടത് ഭാഗത്തേക്കാണ് നമ്മളെ തിരുനാവായ ബ്രിഡ്ജ് വരുന്നത്. ഇവിടെ റോഡൊക്കെ മറ്റേ ശങ്കരാടി പറഞ്ഞ മാതിരി പഞ്ചായത്തിൽ കുളവും റോഡും പാടി ഒന്നിച്ചിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. മൊത്തം ആ ഏരിയ ഒക്കെ മൊത്തം പോയി കിടക്കുകയാണ്. ഇതിൻ്റെ നേരെ കാണുന്ന ബിൽഡിങ്ങാണ് മറ്റേ വിശ്രമ കേന്ദ്രം ആണ് ആ കാണുന്നത്. പിന്നെ ഇവിടെ ടോളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ സാറാണ്. നമുക്ക് എന്തായാലും ടോളൊന്നുമില്ല. ബൈക്കും പിന്നെ നമ്മളെ നാട്ടുകാരായതുകൊണ്ടാണ് നമുക്ക് ടോളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പാലത്തുമ്മ കയറിയിരിക്കണം, തിരുനാവായ പാലത്തുമ്മ. ഈ പാലത്തിൻ്റെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ വ്യൂ ആണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് കംപ്ലീറ്റ് പാടാണ്, നല്ല പച്ചപ്പാണ്, ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വൈബുണ്ട് ഇതിൽ കൂടി യാത്ര ചെയ്യാൻ. ഈ തിരുനാവായ റെയിൽവേ ആദ്യം റെയിൽവേ ഗേറ്റ് ആയിരുന്നല്ലോ. ഇപ്പോൾ ഗേറ്റൊക്കെ മാറി പാലം വന്നിട്ട് ഇപ്പോൾ ഏകദേശം 10 കൊല്ലമായി. 2014 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. 2011 ഇതിൻ്റെ പണി തുടങ്ങിയിരിക്കുന്നത് പാലത്തിൻ്റെ. ഇപ്പോൾ ഏകദേശം 24 ആയപ്പോൾ 10 കൊല്ലമായി. ഇതാണ് പാലത്തിൻ്റെ ഇടത് ഭാഗത്തുള്ള വ്യൂ. കണ്ടാ, ആ കാണുന്നതൊക്കെ പല്ലാറ് ഭാഗങ്ങളാണ്. അവിടെയൊക്കെ ഫുള്ള് താമരക്കായലും അങ്ങനെയൊക്കെയാണ് ആ ഭാഗങ്ങളിലൊക്കെ. പിന്നെ റൈറ്റ് സൈഡിലുള്ള വ്യൂ റെയിൽവേ സ്റ്റേഷനാണ്, തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ. ഗുഡ്സ് ട്രെയിൻ അവിടെ വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ തിരൂരാണ് സിമൻ്റൊക്കെ വന്നിരുന്നു. ഇപ്പോൾ നേരെ ഗുഡ്സ് ട്രെയിൻ മൊത്തം ഇവിടെ തിരുനാവായയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പാലം ഇറങ്ങുകയാണ്. ഈ പാലത്തിൻ്റെ ഭംഗി ഭയങ്കരമാണ്. ഒരുപാട് വീഡിയോസിലൊക്കെ ഈ തിരുനാവായ പാലത്തിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഷോർട്സായിട്ടും റീലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പാലം ഇറങ്ങി ചെല്ലുമ്പോൾ ഈ റൈറ്റ് സൈഡിലേക്ക് പോണ ആ റോഡാണ് ആദ്യത്തെ റെയിൽവേ ഗേറ്റിൻ്റെ റോഡ്. ഇപ്പോൾ നേരെ ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കണുള്ളൂ. അവിടെ ചെറിയ അങ്ങാടി, പണ്ടത്തെ അങ്ങാടിയൊക്കെ ഇപ്പോഴും അതേമാതിരി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുത്തൻതാണി റോട്ടിലേക്ക് വരുമ്പോൾ ആദ്യം എത്തുന്നത് എടക്കുളം അങ്ങാടിയിലാണ്. ഈ കയറ്റം കയറി ചെല്ലുന്നത് എടക്കുളം ടൗണിലേക്കാണ്. എടക്കുളം ജുമാ മസ്ജിദാണ് നമ്മളെ ഇടതേ സൈഡിൽ കാണുന്നത്. പിന്നെ വരുന്നത് എടക്കുളം LP സ്കൂള്, നമ്മളെ വലതേ സൈഡിലുള്ളത് എടക്കുളം LP സ്കൂളാണ്. ഒരു ചെറിയ സ്കൂളാണത്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ മദ്രസ ഉണ്ട്, ഹയർ സെക്കൻഡറി മദ്രസയാണ് എടക്കുളത്തുള്ളത്. പിന്നെ ഇവിടെ മറ്റേ ശിലായുഗത്തിൻ്റെ സ്മാരകങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ മറ്റേ ഷഹീദ് പട്ടാണി എന്ന് പറഞ്ഞ ഒരാളെ മക്കാമുണ്ട്. മറ്റേ ചങ്ങമ്പള്ളി കളരി ഗുരുക്കളോ അങ്ങനെ എന്തോ ആയിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല.
നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും, ഈ നാട്ടിലുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. അത് അതിൻ്റെ ഉള്ളിലേക്കുള്ള റോഡിൽ പോയിട്ടുണ്ടെങ്കിൽ ആ മക്കാമിലെത്താന്നുള്ള ബോർഡൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ചെല്ലണത് ഈ പള്ളി ഉണ്ടല്ലോ, ഈ ചീനിമരം കഴിഞ്ഞിട്ടൊരു പള്ളീൻ്റെ താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ താമരക്കായലുണ്ട്. തിരുനാവായയിൽ വന്നിട്ടുണ്ടെങ്കിൽ തിരുനാവായൻ്റെ വീഡിയോയിൽ താമര ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. താമര ഉണ്ടാവുമെന്ന് അറിയില്ല, നമുക്ക് ആ റൂട്ടിലൊന്ന് ഇറങ്ങി നോക്കാം. ഈ പള്ളീൻ്റെ സൈഡിലേക്കുള്ള റോഡാണ്. അവിടെ മെയിൻ റോഡിൽ തന്നെ താമരക്കായലേക്കുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡൊക്കെ ഉണ്ട്, താമരക്കായലേക്ക് ഈ റോഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നേരെ ചെറിയ റോഡാണ്, നമുക്ക് പോയി നേരെ എത്തുന്നത് കുറേ വെള്ളമാണ്. ഇവിടെ വണ്ടിയൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് ഇനി ഒന്ന് നടന്നു പോയൊക്കെ എന്താണ് അവസ്ഥ. ഈ നേരം ആയതുകൊണ്ട് താമരൊക്കെ കാണാൻ പ്രയാസമാവും, കാരണം രാവിലെ തന്നെ താമരൊക്കെ പൊട്ടിച്ചു പോകും. അത് വിരിയണതിൻ്റെ മുന്നേ പൊട്ടിക്കും. അതിൻ്റെ മുട്ടുകൾ മാത്രമുണ്ട്. ഇത് കണ്ട, മൊത്തം പണ്ട് ജഗതി പറഞ്ഞ മാതിരി ഫോറസ്റ്റ് മുഴുവൻ കാടാന്ന് പറഞ്ഞാൽ കായൽ മുഴുവൻ താമരയാണ്. അപ്പോൾ ഇവിടെ ഒരു ആമ്പൽ വിരിഞ്ഞിക്കുന്നുണ്ട്. താമര കാണാൻ ഏതായാലും ഭാഗ്യമില്ല. താമരൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോയിക്കണം, അതിൻ്റെ തണ്ട് മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ട് മേലേക്ക്. ഒരുപാട് ഏരിയ ഈ താമര കായൽ തന്നെയാണ്. അപ്പോൾ രാവിലെയൊക്കെ വന്നാൽ ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ താമരക്കായലിൽ നിന്ന് വന്നിട്ട് നമ്മളെ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇനി ചെന്നെത്തുന്നത് നേരെ കാതിനങ്ങാടി അങ്ങാടിയാണ്. കാതിനങ്ങാടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. ഇവിടെ ഒരു കുഴിമന്തിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, റെയ്ദാന് കുഴിമന്തി അങ്ങനെ എന്തോ ആണ് പേര്. ഞാൻ കയറിയിട്ടില്ല. അവിടുത്തെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം എന്ന് പറയും, നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്ന് കയറി നോക്കാണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഈ 3 അമ്പുകളാണ്. ആദ്യം 3 അമ്പ് ചാടി, ഇനി ഒരു 3 അമ്പ് ചാടാണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസാണ്, നല്ലതാണ്. അങ്ങാടി ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആൾ ഉള്ള കാരണം ഈ അമ്പ അവിടെ നല്ലതാണ്, അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കാതനങ്ങാടി അങ്ങാടി ഇറങ്ങി ചെല്ലുന്നിടത്താണ് കിദ്മത്ത് സ്കൂൾ വരുന്നത്. കിദ്മത്ത് സ്കൂളിൽ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ പഠിച്ചവരുണ്ടാവും, കാരണം അത്യാവശ്യം വലിയൊരു സ്കൂളാണിത്. ഈ ഇറക്കം നേരെ ചെല്ലുന്നത് ആ കിദ്മത്തിൻ്റെ ഏരിയയിലാണ്. ഇതിനി വേറെ പേരെന്തെങ്കിലും ഈ സ്ഥലത്തിനുണ്ടോയെന്ന് നമുക്കറിയില്ല. ഇതാ ഈ ഓട്ടോറിക്ഷയൊക്കെ നിർത്തി കഴിഞ്ഞതിൻ്റെ അപ്പുറത്ത് ബാക്ക് സൈഡിലായിട്ടാണ് ഈ കിദ്മത്ത് സ്കൂൾ വരുന്നത്. ഈ അങ്ങാടി കഴിഞ്ഞിട്ട് നേരെ ചെല്ലുന്നത് മില്ലുംപടി പിന്നെ ഷാപ്പുംപടി, അങ്ങനെ 2 പേരുണ്ട്. ഈ മില്ലുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു മില്ലുംപടി എന്നുണ്ട് പറയലുണ്ട്. പിന്നെ ഈ മേലെ ഈ പള്ളിയൊക്കെ ഉള്ള ഭാഗം ഷാപ്പുംപടി എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഷാപ്പുംപടിക്കുള്ള ഈ പള്ളി നല്ല രസമാണ്, റോഡ് സൈഡിലായ തന്നെ നല്ല ഭംഗിയാണ് ഈ പള്ളി കാണാൻ. ഇവിടുന്ന് മറ്റേ പറപ്പൂർ ഭാഗത്തേക്കുള്ള റോഡ് പോണത് ഈ ഭാഗത്തു നിന്നാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് ഈ പറപ്പൂർ ഉള്ളേരിയ ഭാഗത്തുള്ള റോഡ് വരുന്നത്. ഷാപ്പുംപടി അങ്ങാടി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് നമ്മളെ പട്ടർക്കാവാണ്. പട്ടർക്കാവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറയാൻ പറ്റിയൊരു പേരാണ് ബ്ലോക്ക് അങ്ങാടി. ബ്ലോക്ക് അങ്ങാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ ചെന്നാലും ബ്ലോക്ക് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് ഈ പട്ടർക്കാവ്. ഒരുവിധം രാവിലെ ഒരു 9 മണി 10 മണിയൊക്കെ ആയി തുടങ്ങി, പിന്നെ അങ്ങോട്ട് ബ്ലോക്കാണ്. വൈകിട്ട് 6 മണി 7 മണി വരെയൊക്കെ ബ്ലോക്ക് തന്നെയാണ്. ഒരുവിധം ടൈമിലൊക്കെ ബ്ലോക്കാണിത്, കാരണം 3 റോഡുകൾ ഒന്നിച്ചാണ്ട് ചെല്ലുന്ന ഒരു ജംഗ്ഷനാണ്. ഈ ആദവനാട് ഭാഗത്തുനിന്നും വൈരങ്കോട് നിന്നും പിന്നെ ഈ തേത്താണി റോട്ടിലും അങ്ങനെ മൊത്തം ഒരേ ഏരിയ വന്ന് ചെല്ലുന്ന സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ഏകദേശം ആയിക്കണം. പട്ടർക്കാവ് ജംഗ്ഷൻ എത്തിക്കണം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എവിടെ നിന്നാണ് ചെയ്യാമെന്ന് നമുക്ക് ഉറപ്പില്ല, കാരണം നമ്മുടെ അടുത്തുള്ള വീഡിയോ ഏകദേശം ഇന്നത്തോടെ തീർന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പലരും പല സ്ഥലങ്ങൾ കമൻ്റായിട്ട് ഇടുന്നുണ്ട് തിരൂരുള്ള. അപ്പോൾ നിങ്ങൾ പറഞ്ഞിടത്തൊക്കെ എത്തുന്നതാണ്. കുറേ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവിടെ ചെയ്യണം ഇവിടെ ചെയ്യണം. അപ്പോൾ നമ്മളേതായ പരിപാടികൾക്കായിട്ട് ടൗണിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുക. അപ്പോൾ നമുക്ക് തുടർന്ന് സപ്പോർട്ട് എങ്ങനെയായാലും വേണം. നിങ്ങളെ സപ്പോർട്ടിനനുസരിച്ചിട്ടാണ് നമ്മളെ വീഡിയോ വീണ്ടും നമുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്. നിങ്ങളുടെ സ്വന്തം മസൂദ് തിരൂർ.